സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. എല്ലാ കയ്പും കോപവും ക്രോധവും നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. എഫെസ്യർ 4:31 വാക്യം. പൗലോസ് അപ്പോസ്തലൻ നല്ലത് എല്ലാ കയ്പും ക്രോധവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. എഫെസ്യർ 4:31 വാക്യം എന്ന് പറയുന്നതിലൂടെ ഈ നശീകരണ പ്രവണതകളെ നാം വിട്ടൊഴിയുമ്പോൾ ദൈവാത്മാവ് നമ്മെ പുതിയ താല്പര്യങ്ങൾ കൊണ്ട് നിറയ്ക്കും. നിങ്ങൾ തമ്മിൽ ദയയും മനുഷ്യരും ഉള്ളവരാകുവാൻ പൗലോസ് പറയുന്നു. അനീതികൾ പരിഹരിക്കപ്പെട്ടവരെ പ്രവർത്തിക്കാം, എങ്കിൽ വൈരാഗ്യപൂർവ്വമുള്ള പ്രതികാരം ഒഴിവാക്കേണ്ടതാണ്. വിദ്വേഷത്തെ വെല്ലുന്ന ദയ കാണിപ്പാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. വിദ്വേഷവും വൈരാഗ്യവും കോപവും നിങ്ങളെ അടിമപ്പെടുത്തിയത് എവിടെയാണ്? പ്രതികാരത്തിന് പകരം ദയ കാണിക്കേണ്ടത് നിങ്ങളെ സഹായിപ്പാൻ ദൈവത്തിന് എങ്ങനെയാണ് കഴിയുക? പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, ഈ ലോകത്തിൽ ദോഷം നിരവധിയാണ്. വിദ്വേഷത്തിന് പകരം മനസ്സിലെയോ എന്നിൽ സൃഷ്ടിക്കണമേ. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.